എന്തൊരു ഇരിപ്പാ ഇത്? നിനക്ക് വന്ന് കിടന്നൂടെ? നിനക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് അവര് നിന്നെ ഇങ്ങോട്ട് വിട്ടത്. ഓരോന്നോർക്കുമ്പോ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അമ്മേ. നാളെ ചീരുവിന് എന്തെങ്കിലും സംഭവിച്ചു പോയാ ഞാനതെങ്ങനെ സഹിക്കും? അന്ന് ചീരു അബോർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോ സമ്മതിച്ചു കൊടുത്താൽ മതിയായിരുന്നു ഞാൻ. അന്ന് നീ അത് സമ്മതിച്ചിരുന്നെങ്കിൽ ഇന്ന് ചീരു നിന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു അഭിനയ. അവളോടും അവളുടെ വയറ്റ് വളരുന്ന കുഞ്ഞിനോടും നീ കാണിച്ച സ്നേഹവും ആത്മാർത്ഥതയും തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ ചീരുവിന്റെ വീട്ടുകാർ നിന്നെ അംഗീകരിച്ചതും അവള് വീണ്ടും നിന്റെ കൂടെ വരാൻ തയ്യാറായതും. അന്ന് ഞാൻ വിചാരിച്ചത് ചീരുവിന്റെ വയറ്റിൽ ഒരു ആൺകുഞ്ഞായിരിക്കും. ഇതിപ്പോ വീണ്ടും ഒരു പെൺകുഞ്ഞിനെ കൂടി എനിക്കെന്തായാലും വേണ്ട. എടാ മോനെ വിനയ, ഡോക്ടർമാര് ജീവൻ രക്ഷിക്കുന്നവരാണെങ്കിലും ആരുടെ ആയുസ് അവരുടെ കയ്യിലല്ല. പ്രസവത്തിലെ ചീരുവിനും കുഞ്ഞിനും ഒരാപത്തും വരാതെ ദൈവം നോക്കിക്കോളും. ആ ദൈവത്തെ വിശ്വസിച്ച് ചീരുവിനൊരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ അമ്മേ? എനിക്കതിനുള്ള ധൈര്യമില്ല. ചീരുവിനെ എനിക്ക് വേണം. അവളെ എനിക്ക് നഷ്ടപ്പെട്ടു പോരുതമ്മേ. ഞങ്ങൾക്കിപ്പോൾ 2 മക്കളുണ്ടല്ലോ, അത് മതി. മൂന്നാമതൊരു കുഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാം. പക്ഷെ അതൊന്നും ഇപ്പോൾ ചീരുവിന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അവക്കിപ്പോ ആ കുഞ്ഞിനെ പ്രസവിച്ചേ പറ്റൂന്നുള്ള വാശിയാ. വാശിയല്ല വിനയ, അതൊരമ്മയുടെ വികാരമാ. സ്വന്തം ജീവൻ കൊടുത്തും തന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് ഏതൊരമ്മയും ചിന്തിക്കും. എന്നിട്ടാണോ തുടക്കത്തില് അവൾ അബോർഷൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ മുഴുവൻ കയറി ഇറങ്ങി നടന്നത്?